UDF മന്ത്രിസഭയുടെ രൂപീകരണ ചർച്ചകൾ ക്ലൈമാക്സിലേക്ക്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ മുന്നണിയിലെ പ്രമുഖ നേതാക്കൾക്ക് ഏത് വകുപ്പ് നൽകുമെന്നതിനെ ചൊല്ലി അണിയറയിൽ കടുത്ത സമ്മർദ്ദതന്ത്രങ്ങളാണ് പയറ്റുന്നത്. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ ശനിയാഴ്ചയ്ക്കുള്ളിൽ വകുപ്പ് വിഭജനത്തിൽ കൃത്യമായ ഫോർമുലയുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഹൈക്കമാൻഡും KC വേണുഗോപാലും. രമേശ് ചെന്നിത്തല മന്ത്രിസഭയുടെ ഭാഗമാകുമ്പോൾ അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് തന്നെ നൽകണമെന്ന ആവശ്യത്തിൽ ഐ ഗ്രൂപ്പ് ഉറച്ചു നിൽക്കുകയാണ്. ആഭ്യന്തരം മുഖ്യമന്ത്രിയുടെ കൈവശം ഇരിക്കണമെന്ന സതീശൻ പക്ഷത്തിന്റെ താൽപര്യത്തിന് മേൽ രാഹുൽ ഗാന്ധിയുടെ നിലപാട് ഇവിടെ നിർണായകമാകും. മുതിർന്ന നേതാവായ ചെന്നിത്തലയെ അർഹമായ പ്രാധാന്യത്തോടെ ഉൾക്കൊള്ളണമെന്ന സന്ദേശം ഹൈക്കമാൻഡ് നൽകിയാൽ സതീശന് ആഭ്യന്തരം വിട്ടുകൊടുക്കേണ്ടി വരും. മന്ത്രിസ്ഥാനത്തിനായി കടുത്ത സമ്മർദ്ദം ചെലുത്തുന്ന മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് റവന്യൂ വകുപ്പ് നൽകാനാണ് നിലവിൽ ആലോചന നടക്കുന്നത്. സ്പീക്കർ പദവി നൽകി തിരുവഞ്ചൂരിനെ ഒതുക്കാൻ നീക്കമുണ്ടായെങ്കിലും അദ്ദേഹം അത് കർശനമായി നിരസിച്ചതായാണ് വിവരം. ഭരണപരിചയമുള്ള നേതാവ് എന്ന നിലയിൽ റവന്യൂ അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പുകളിലൊന്നാകും തിരുവഞ്ചൂരിനെ ലഭിക്കുക. വടക്കൻ കേരളത്തിൽ നിന്നുള്ള കരുത്തനായ നേതാവ് K. മുരളീധരന് ടൂറിസവും ദേവസ്വവും നൽകാനാണ് ധാരണയാകുന്നത്. മുരളീധരന്റെ ജനപ്രീതിയും സംഘടനാശേഷിയും കണക്കിലെടുത്ത് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന വകുപ്പുകൾ നൽകുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുമെന്ന് ഹൈക്കമാൻഡ് കരുതുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും സുപ്രധാന വകുപ്പ് തന്നെ നൽകേണ്ടി വരും. മുസ്ലിം ലീഗിന്റെ 5ാം മന്ത്രി എന്ന ആവശ്യം കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ കുഴയ്ക്കുന്നുണ്ട്. 22 MLA-മാരുടെ തങ്ങൾക്ക് 5 മന്ത്രിസ്ഥാനം വേണമെന്ന ന്യായത്തിൽ ലീഗ് ഉറച്ചു നിൽക്കുകയാണ്. മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 5ാം മന്ത്രി വിഷയമുണ്ടാക്കിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഭയന്ന് സ്പീക്കർ പദവി നൽകി ലീഗിനെ അനുനയിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. എന്നാൽ 5 മന്ത്രിമാർ എന്നതിൽ കുറഞ്ഞൊന്നിനും തയ്യാറല്ലെന്ന നിലപാടിലാണ് ലീഗ്. സ്പീക്കർ പദവി ലീഗിന് വിട്ടു നൽകിയാൽ N. ഷംസുദ്ദീൻ ആ സ്ഥാനത്തേക്ക് എത്തിയേക്കും. 4 മന്ത്രിമാരും സ്പീക്കർ സ്ഥാനവും എന്ന ഫോർമുല ലീഗ് അംഗീകരിച്ചാൽ കോൺഗ്രസിന് അത് വലിയ ആശ്വാസമാകും. ശനിയാഴ്ച നടക്കുന്ന UDF യോഗത്തിൽ ലീഗ് നേതാക്കളായ പാണക്കാട് സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും സ്വീകരിക്കുന്ന നിലപാട് മന്ത്രിസഭയുടെ ഘടനയിൽ നിർണായകമാകും. PJ ജോസഫ് വിഭാഗം 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നിലൊതുക്കി പകരം ചീഫ് വിപ്പ് സ്ഥാനം നൽകാനാണ് കോൺഗ്രസ് നീക്കം. കേരള കോൺഗ്രസ് പ്രതിനിധിയായി മോൻസ് ജോസഫ് മന്ത്രിസഭയിലെത്തിയേക്കും. CP ജോൺ, മാണി C. കാപ്പൻ എന്നിവർക്ക് 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കിട്ടു നൽകുന്ന രീതിയും സജീവമായി പരിഗണിക്കുന്നുണ്ട്. യുവനേതാക്കൾക്ക് പ്രാധാന്യം നൽകണമെന്ന V.D. സതീശന്റെ താൽപര്യം PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ളവരുടെ മന്ത്രിസഭാ പ്രവേശനത്തിന് വഴി തുറന്നേക്കാം. എന്നാൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിക്കേണ്ടി വരുമ്പോൾ യുവനിരയ്ക്ക് എത്രത്തോളം അവസരം ലഭിക്കുമെന്നത് കണ്ടറിയണം. RSPക്ക് ലഭിക്കുന്ന ഒരു മന്ത്രിസ്ഥാനത്തേക്ക് ഷിബു ബേബി ജോണാണ് പ്രധാന പരിഗണനയിലുള്ളത്. CPM വിട്ടെത്തിയ മുതിർന്ന നേതാവ് G. സുധാകരനെ ഭരണപരമായ കാര്യങ്ങളിൽ ഉപദേശകനായോ എക്സ്പേർട്ട് കോട്ടയിൽ മന്ത്രിയായോ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അഴിമതിക്കെതിരെ കർശന നിലപാടുള്ള സുധാകരന്റെ സാന്നിധ്യം സർക്കാരിന് കരുത്താകുമെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നു. KK രമയ്ക്കും അർഹമായ പരിഗണന നൽകാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഹൈക്കമാൻഡിന്റെ പ്രതിനിധിയായി ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഗ്രൂപ്പ് വൈരങ്ങൾക്കും അതീതമായ സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ടീമിനെ കെട്ടിപ്പടുക്കാനാണ് വേണുഗോപാലിന് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഘടകകക്ഷികളെ ഓരോരുത്തരെയും നേരിട്ട് കണ്ട് സമവായമുണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ശനിയാഴ്ച വൈകുന്നേരത്തോടെ മന്ത്രിമാരുടെ അന്തിമ പട്ടിക പുറത്തിറക്കാനാണ് ലക്ഷ്യം. അല്ലാത്തപക്ഷം ഞായറാഴ്ചയും ചർച്ചകൾ നീളുന്നത് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ഒരുക്കങ്ങളെ ബാധിക്കും. ഓരോ ഘടകകക്ഷിയുമായും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി പ്രശ്നപരിഹാരത്തിനുള്ള ഫോർമുലകൾ തയ്യാറാക്കി കഴിഞ്ഞു. V.D. സതീശന്റെ നേതൃപാടവം അളക്കുന്ന ആദ്യ പരീക്ഷയായി ഈ മന്ത്രിസഭാ രൂപീകരണം മാറിക്കഴിഞ്ഞു. 10 വർഷത്തിന് ശേഷം ലഭിച്ച അധികാരം ഗ്രൂപ്പ് തർക്കങ്ങളിൽപ്പെട്ട് ഉലയാതിരിക്കാൻ ഹൈക്കമാൻഡ് നേരിട്ട് നിരീക്ഷണം നടത്തുന്നുണ്ട്. വകുപ്പുകൾ വിഭജിക്കുമ്പോൾ ധനകാര്യം ആർക്ക് നൽകുമെന്നതും വലിയ ചോദ്യമാണ്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പ്രാപ്തിയുള്ള ഒരാളെ ധനമന്ത്രിയാക്കാൻ സതീശൻ പ്രത്യേക താൽപര്യം കാണിക്കുന്നുണ്ട്. വരും മണിക്കൂറുകൾ കേരള രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമാണ്.